ഹലോ, വെൽക്കം ടു നിയോ ഹോം ട്യൂഷൻ. എല്ലാവർക്കും ഇന്നത്തെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ നിങ്ങൾക്ക് സ്ലൈഡിൽ കാണാം, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ാം ക്ലാസ്സിലെ CBSE 9ാം ക്ലാസ്സിലെ സെക്കൻഡ് ചാപ്റ്റർ ഈസ് ദ മാറ്റർ അറൌണ്ട് അസ് പ്യുവർ. അതിലെ ഒരു ചെറിയ ഭാഗമാണ് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്നുള്ളൊരു ഭാഗമാണ്. ഒരു എന്താണ്, ഒരു സിമ്പിൾ ടോപ്പിക്കാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നതും പെട്ടെന്ന് ക്ലിയർ ആവുന്ന ഒരു ടോപ്പിക്കാണ്. ഈവൻ ദോ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ വരുമ്പോഴത്തേനും കുട്ടികൾ കുറച്ച് കൺഫ്യൂഷൻ കാണിക്കാറുണ്ട്. തെറ്റിക്കുന്ന ഒരു ഭാഗം ആണ് ഇതിലെ ചോദ്യങ്ങൾ. ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ, അത്ര സിമ്പിൾ ആയിട്ട് അവർ ചോദിക്കത്തില്ലല്ലോ, അപ്പം ഒരു ചെറിയ കൺഫ്യൂഷൻ വരാനുള്ള ഒരു ചാൻസ് ഉണ്ട്. സോ നമുക്കറിയാലോ, നമ്മൾ എക്സാമിന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടുത്താതെയുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ ഈ ക്ലാസ്സിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, ഷോർട്ടായിട്ട് നിങ്ങൾക്ക് മാർക്ക് കിട്ടത്തക്ക രീതിയിൽ ക്ലിയർ ആയിട്ട് ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ക്ലാസ്. സോ ഫസ്റ്റ്ലി നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. യെസ്, യു ക്യാൻ സീ ഇൻ ദ സ്ലൈഡ് സെവറൽ എക്സാമ്പിൾസ് ഇസ് ഗിവൻ ദെയർ, ഇതല്ലേ? നോക്കൂ, ഒരുപാട് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. നോക്കുമ്പം ഒരു ക്യാൻ ക്രഷ് ചെയ്യുക, നമ്മൾ പെപ്സി ഒക്കെ കുടിക്കുന്ന ഒരു ക്യാൻ ക്രഷ് ചെയ്യുക, അല്ലെങ്കിൽ ഐസ് മെൽറ്റ് ചെയ്യുന്നത്, വാട്ടർ ബോയിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്യുക. ഡിഫറെന്റ് എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓൾ ദീസ് ആർ എന്താണ്, ഈസ് കമ്മിങ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഫിസിക്കൽ ചേഞ്ച്. എന്താണ് ഈ ഫിസിക്കൽ ചേഞ്ച്? അപ്പൊ ഈ ചേഞ്ചസിന്റെ ഒക്കെ പ്രത്യേകത എന്താണ്? നോക്കൂ, ഇപ്പം ഐസ് മെൽറ്റ് ചെയ്യുന്നു, നമുക്കത് നോക്കാം. ഐസ് മെൽറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല്, ഐസ് ഇസ് ദ സോളിഡ് ഫോം ഓഫ് വാട്ടർ. ആ ഐസിനെ നമ്മൾ ചൂട് കൊടുത്ത് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതെന്താണ്, ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറും. ആ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള വാട്ടറിനെ നമ്മൾ ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ, വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് വിൽ എന്താണ്, ചേഞ്ച് ഇൻ ടു ദ വേപ്പർ സ്റ്റേറ്റ്, ഗ്യാസിയസ് സ്റ്റേറ്റിലേക്ക് മാറും. ഓൾ ദീസ് കേസ് എന്താ സംഭവിക്കുന്നത്? യെസ്, വി ക്യാൻ, നമുക്ക് തിരിച്ചു കൊണ്ടുവരാം ഈ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിനെ. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ്, റിവേഴ്സിബിൾ ആണ്. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു, ഇപ്പൊ വേപ്പറൈസ് ചെയ്തിരിക്കുന്ന വാട്ടർ വേപ്പേഴ്സിനെ നമുക്ക് കണ്ടൻസേഷൻ നടത്തിയാൽ ഇറ്റ് വിൽ ബാക്ക് ഇൻ ടു ദ ലിക്വിഡ് സ്റ്റേറ്റ്. ലിക്വിഡിനെ ഫ്രീസ് ചെയ്താൽ അതെന്താവും, ഐസ് സ്റ്റേറ്റിലേക്ക് മാറും, അല്ലെ? എല്ലാ ചേഞ്ചസും എന്ത് തന്നെയാണ്, റിവേഴ്സിബിൾ ആണ്, അല്ലെ? സോറി, റിവേഴ്സിബിൾ ആണ്. അതുപോലെ നോക്കൂ, ഇപ്പൊ നമ്മളൊരു തടിക്കഷ്ണം എടുത്ത് നമ്മൾ മുറിക്കുന്നു, ചോപ്പ് ചെയ്യുന്നു. ചോപ്പ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ ആ തടി എന്നുള്ള മാറ്ററിന്റെ, വുഡ് എന്നുള്ള മാറ്ററിന്റെ സ്റ്റേറ്റിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? നമ്മളത് ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ചെയ്തോടെ ഒരു ചേഞ്ച് സംഭവിച്ചു, പക്ഷെ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് എന്താണ്, ഒരു വ്യത്യാസവും വരുന്നില്ല. ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്തു, യെസ്, ഓഫ് കോഴ്സ് ദർ ഇസ് എ ചേഞ്ച്, പക്ഷെ അതിന്റെ സ്റ്റേറ്റ് ഓഫ് മാറ്ററിന് എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ? ഒന്നും സംഭവിക്കുന്നില്ല. So, thereby, we can define a physical change in such a way that physical changes are the changes affecting the form of a chemical substance but not its chemical composition. എന്താണ് ഒരു ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ? അതെ, ഫിസിക്കൽ ചേഞ്ച് ഒരു സബ്സ്റ്റൻസിന്റെ കോമ്പോസിഷൻ അഥവാ അതിന്റെ ഫോം അല്ലെങ്കിൽ അതിന്റെ കോമ്പോസിഷനെയാണ് അത് അഫക്ട് ചെയ്യുന്നത്. കോമ്പോസിഷൻ മീൻസ് അതിന്റെ ഫിസിക്കൽ കോമ്പോസിഷനെ, നോട്ട് ദ കെമിക്കൽ കോമ്പോസിഷൻ. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ ഒരു മാറ്റം വരുത്തുന്ന ചേഞ്ചസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. നമ്മൾ എക്സാമ്പിൾസിന് എല്ലാത്തിനകത്തും നമ്മൾ കണ്ടു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു ഡൗട്ട് വരും, എന്താണ് അപ്പൊ കെമിക്കൽ ചേഞ്ചിൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? യെസ്, ലെറ്റ്സ് സീ ഹിയർ. നോക്കൂ, നമ്മളിവിടെ ഒരു പേപ്പർ നമ്മൾ ബേൺ ചെയ്യുന്നു. നേരത്തെ നമ്മൾ ഫിസിക്കൽ ചേഞ്ചിൽ ഞാനൊരു പേപ്പർ കീർ ചെയ്യുന്ന അല്ലെങ്കിൽ കീറുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഒരു പേപ്പർ നമ്മൾ കീറിക്കഴിഞ്ഞാലും എന്താണ്, അതിന്റെ കെമിക്കൽ കോമ്പോസിഷനിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചു, ജസ്റ്റ് അതിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ടിയറിംഗ് സംഭവിച്ചു എന്നല്ലാതെ അതിന് കെമിക്കലി ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ ഹിയർ യു ക്യാൻ സീ ദ ബേണിംഗ് ഓഫ് എ പേപ്പർ. ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ ബേൺ ചെയ്യാൻ, പേപ്പർ ബേൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ആ പേപ്പർ എന്ന് പറഞ്ഞ ആ സബ്സ്റ്റൻസ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്തു, ഒരു ന്യൂ പ്രോഡക്റ്റ്, അല്ലെ? ആ പേപ്പർ ബേൺ ചെയ്താൽ അവിടെ ആഷ് ആയിട്ട് മാറുകയാണ്, അല്ലെ? ചാരമായിട്ട് മാറുകയാണ്. അപ്പൊ സോ അവിടെ ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്തു, അല്ലെ? ആഷ് എന്ന് പറഞ്ഞ ഒരു പുതിയ പ്രോഡക്റ്റ് അവിടെ ഫോം ചെയ്തു. ഈ കത്തിച്ച ചാരത്തിൽ നിന്ന് എനിക്ക് തിരിച്ച് പേപ്പർ വേണമെന്ന് ഞാൻ വാശി പിടിച്ചാൽ നടക്കുന്ന കാര്യമാണോ? നോട്ട് അറ്റ് ഓൾ പോസിബിൾ, അല്ലെ? ഒരിക്കലും കെമിക്കൽ ചേഞ്ചിൽ സംഭവിച്ച മാറ്റം നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ, ബാക്ക്വേർഡ് അല്ലെങ്കിൽ അതിനെ റിവേഴ്സിബിൾ ആയിട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഒരിക്കലും സാധിക്കത്തില്ല.
സോ കെമിക്കൽ ചേഞ്ചസ് ആർ ഇറിവേഴ്സിബിൾ അല്ലെ. തിരിച്ച് നമുക്ക് അതിനെ ബാക്ക് ടു ദ ഒറിജിനൽ ആ സ്റ്റേറ്റിലേക്ക് ഒരിക്കലും കൊണ്ടുവരാനായിട്ട് കഴിയില്ല. വേറെ ഫിസിക്കൽ ചേഞ്ച് ഫിസിക്കൽ ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ. നമുക്ക് തിരിച്ച് ആ സ്റ്റേറ്റിലേക്ക് നമുക്ക് ആ പ്രോഡക്റ്റിനെ അല്ലെങ്കിൽ ആ സബ്സ്റ്റൻസിനെ കൊണ്ടുവരാനായിട്ട് പറ്റും. ലെറ്റ്സ് സീ അനദർ എക്സാമ്പിൾ. ദിസ് ഇസ് ദ റസ്റ്റിംഗ് ഓഫ് അയൺ, ദാറ്റ് ഇസ് ഇരുമ്പ് തുരുമ്പിക്കുക. ഇപ്പൊ നമ്മുടെ വീടൊക്കെ വെച്ച് കഴിയുമ്പോൾ നമ്മൾ ഗേറ്റ് വെക്കും അല്ലെ. ഗേറ്റ് പുതിയതായിട്ടൊരു ഗേറ്റ് വെക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല നല്ല സെറ്റപ്പ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. കുറച്ച് 2-3 വർഷമൊക്കെ കഴിയുമ്പോൾ വെയിലും മഴയൊക്കെ കൊണ്ട് ആ ഗേറ്റിൽ എന്താണ് തുരുമ്പിക്കാൻ തുടങ്ങും അല്ലെ. തുരുമ്പിക്കാൻ തുടങ്ങും. നമുക്ക് വേണമെങ്കിൽ തുരുമ്പൊക്കെ കുറച്ച് നാൾ കഴിയുമ്പോൾ പെയിന്റ് ഒക്കെ അടിച്ച് നമുക്കൊന്ന് സെറ്റാക്കിയ തുരുമ്പൊക്കെ മറച്ചു വെക്കാം. പക്ഷെ ഒരിക്കലും ആ തുരുമ്പ് എന്ന് പറയുന്ന റസ്റ്റ് എന്ന് പറയുന്ന അവിടുന്ന് എന്താണ് അതിന് റിവേഴ്സിബിൾ അല്ല. തിരിച്ച് പഴയ ആ ഇതിലേക്ക് നമുക്ക് ആ അയൺ ഗേറ്റിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല. സോ ദിസ് ടൈപ്പ് ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ ഈസ് ഓൾസോ ആൻ എക്സാമ്പിൾ ഓഫ് chemical change. So we can define chemical change. How it's possible? Yes, chemical change brings change in the chemical properties of the matter and we get new substances. It is also called a chemical reaction. Okay, so chemical change ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സബ്സ്റ്റൻസിന്റെ ഒരു വസ്തുവിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ മൊത്തത്തിൽ ഒരു മാറ്റം വരുന്നു. അതുപോലെ തന്നെ we get a new substance, a new product is also formed there. സോ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ അതിനെ നമ്മളൊരു കെമിക്കൽ റിയാക്ഷൻ എന്ന കാറ്റഗറിയിൽ, ഓഫ് കോഴ്സ് ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ. വിത്തൗട്ട് ഡൗട്ട് വി ക്യാൻ സേ ഇറ്റ്സ് എ കെമിക്കൽ റിയാക്ഷൻ. ഓക്കെ, hope you all understand. So we can see a slide there, that is the difference between physical and chemical change. നോക്കാം, ആ സ്ലൈഡിൽ നിന്ന് തന്നെ നമുക്ക് ക്ലിയർ ആവും എന്താണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ളൊരു വ്യത്യാസം എന്ന് പറയാം. നോക്കൂ, ഫിസിക്കൽ ചേഞ്ച് ഓൺലി അഫക്ട് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് അല്ലെ. അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനെ മാത്രം എന്താണ് വ്യത്യാസം സംഭവിക്കുന്നുള്ളൂ. വേറാസ് ഇൻ കെമിക്കൽ ചേഞ്ചസ് ബോത്ത് ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ചേഞ്ച് ചെയ്യും. ഓക്കെ, രണ്ട് കേസിലും കെമിക്കൽ കോമ്പോസിഷനിലും മാറ്റം വരും, അതുപോലെ തന്നെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിലും മാറ്റം വരും. ദെൻ ഫിസിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് നോ എനർജി. ഓഫ് കോഴ്സ് നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾസ് അതൊക്കെ നമ്മൾ കണ്ടു. എന്തെങ്കിലും ഒരു എനർജി, ലൈറ്റ് എനർജിയോ സൗണ്ട് എനർജി, ഒരു തരത്തിലുള്ള എനർജിയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നില്ല. പക്ഷേ കെമിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് എനർജി ജനറലി ഇൻ ദ ഫോം ഓഫ് ഹീറ്റ്, ലൈറ്റ് ഓർ സൗണ്ട്. ഇപ്പം നമ്മൾ പടക്കം പൊട്ടിക്കുന്നത് എന്ന് പറഞ്ഞത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് അല്ലെ. അവിടെ എന്താണ്, ഒരു സൗണ്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പേപ്പർ കത്തിക്കുമ്പോൾ എന്താണ്, അവിടെ ഒരു ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. അത് അത്തരത്തിൽ കെമിക്കൽ ചേഞ്ചസിൽ ജനറലി എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. വിവിധ തരത്തിൽ വിവിധ ഫോംസിൽ എന്താണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്. ദെൻ തേർഡ് വൺ, ഫിസിക്കൽ ചേഞ്ചസ് പ്രൊഡ്യൂസ് നോ ന്യൂ സബ്സ്റ്റൻസ്. The atoms are arranged in the same way in the products and reactants. Yes, correct. അല്ലെ, ഫിസിക്കൽ ചേഞ്ചില് ഒരു പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. എങ്ങനെയാണോ അതിലെ ആറ്റംസും മോളിക്യൂൾസും ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് അതേപോലെ തന്നെ ചേഞ്ച് സംഭവിക്കുമ്പോഴും ആ ആറ്റം അറേഞ്ച്മെന്റിലൊന്നും ഒരു വ്യത്യാസവും സംഭവിക്കുന്നില്ല. പക്ഷെ കെമിക്കൽ ചേഞ്ചിൽ എങ്ങനെയാണ്? യെസ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇൻ എ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ആർ ഫോംഡ് ആൻഡ് ആറ്റംസ് ആർ get rearranged to form the new compounds. ആറ്റത്തിന്റെ അറേഞ്ച്മെന്റിൽ വ്യത്യാസം സംഭവിച്ച് പുതിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ പുതിയ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ആൻഡ് ഫൈനലി ഫിസിക്കൽ ചേഞ്ചസ് ആർ ജനറലി ഈസി ടു റിവേഴ്സ്. പറഞ്ഞു, ഫിസിക്കൽ ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ ആണ്. നമുക്ക് ബാക്ക് ടു നോർമൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് ജനറലി ഓൾമോസ്റ്റ് എല്ലാം തന്നെ. In chemical changes are not easily reversible without an additional chemical reaction. നമ്മൾ മറ്റൊരു കെമിക്കൽ റിയാക്ഷൻ കൂടെ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പ്രോഡക്റ്റിലേക്ക് ആ ഒറിജിനൽ സബ്സ്റ്റൻസിലേക്ക് എത്തിക്കാൻ സാധിക്കും. ജനറലി നമ്മൾ പറയുന്നത് എന്താണ്? യെസ്, ഫിസിക്കൽ ചേഞ്ചസ് ആർ റിവേഴ്സിബിൾ വേറാസ് കെമിക്കൽ ചേഞ്ചസ് ആർ ഇറവേഴ്സിബിൾ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്? ഓക്കെ, യെസ്, വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് സ്ലൈഡ്. അപ്പൊ നോക്കൂ, ഇത് നിങ്ങളുടെ CBSE 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്തുള്ള എക്സസൈസിൽ വരുന്ന എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ നമ്പർ 11, 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ നമ്മൾ എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്. നമ്മൾ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ടും എന്താണ് പ്രാക്ടീസ് ചെയ്ത് നോക്കേണ്ടത്. സോ ഇതിനകത്ത് എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ആർ കെമിക്കൽ റിയാക്ഷൻ. ഇതിനകത്ത് ഏതൊക്കെയാണ്
എന്താണ് കെമിക്കൽ ചേഞ്ചസ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. സോ എന്താണ് നിങ്ങൾക്ക് തന്നെ ഒന്ന് പറയാമല്ലോ ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ചസ് എന്നുള്ള കാര്യം നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് പറയണം. നിങ്ങൾ ഈ ആൻസർ കോപ്പി മിസ് പറയുന്നത് കേട്ട് അതുപോലെ അങ്ങ് ചെയ്യാനായിട്ട് ഒരിക്കലും ഇരിക്കരുത്. നിങ്ങൾ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. അതിനുശേഷം മിസ്സിന്റെ ആൻസർ നിങ്ങൾ നോക്കുക. ഓക്കെ, യെസ്, എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ് മിസ് കരുതുന്നത്. അപ്പൊ നോക്കൂ, ആൻസേഴ്സ് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ആർ കെമിക്കൽ ചേഞ്ചസ്. ഇതിൽ ഏതൊക്കെയാണ് കെമിക്കൽ ചേഞ്ച് വരുന്നത് നോക്കൂ. ഫസ്റ്റ് വൺ, എ, ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ്. ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് എന്ന് വരുന്നത് ഒരു പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന എന്താണ്, ഫിസിക്കൽ ചേഞ്ച് മാത്രമാണോ? അല്ല, അല്ലെ? പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന പ്ലാന്റിനെ നമുക്ക് തിരിച്ച് അതിന്റെ തൈ ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. സോ ഗ്രോത്ത് ഓഫ് ദ പ്ലാന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? റസ്റ്റിംഗ് ഓഫ് അയൺ. ഓൾറെഡി എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു അല്ലെ, റസ്റ്റിംഗ് ഓഫ് അയൺ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. നോക്കൂ, മിക്സിംഗ് ഓഫ് അയൺ ഫില്ലിങ്സ് ആൻഡ് സാൻഡ്. സാൻഡും അയൺ ഫില്ലിങ്സും, മണലും എന്താണ് അയൺ ഫില്ലിങ്സും തമ്മിൽ മിക്സ് ചെയ്യുന്നതും എന്ത് തന്നെയാണ്? യെസ്, ഓഫ് കോഴ്സ് അതും ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ദെൻ നോക്കൂ, കുക്കിംഗ് ഓഫ് ഫുഡ് അല്ലെ, ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് കൂടുതൽ നമുക്ക് വരുന്നത്. യെസ്, കുക്കിംഗ് ഓഫ് ഫുഡ് എന്താണ് അല്ലെ, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ഫിസിക്കൽ ചേഞ്ച് ആണോ അത്? അല്ല. കുക്കിംഗ് ഓഫ് ഫുഡ് എന്ന് പറയുന്നത് യെസ് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. ദെൻ ഓഫ് കോഴ്സ് ഡൈജഷൻ ഓഫ് ഫുഡ്, ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് എ കെമിക്കൽ റിയാക്ഷൻ. ഡൗട്ട് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല. ഇനി നോക്കൂ, എഫ് നോക്കൂ, ഫ്രീസിംഗ് ഓഫ് വാട്ടർ. വാട്ടർ ഫ്രീസിംഗ് അതൊരു കെമിക്കൽ റിയാക്ഷൻ ആണോ? അല്ല. ഞാൻ ക്ലാസിന്റെ തുടക്കത്തിൽ തന്നെ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ്. ഐസ് ഹീറ്റ് ചെയ്യുമ്പോൾ ലിക്വിഡ് ആവുന്നു, ലിക്വിഡ് ഹീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും വേപ്പർ ആവുന്നു. അപ്പം അതെന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് തന്നെയാണ്. സോ ഫ്രീസിംഗ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് എന്താണ്? അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ആൻഡ് ഫൈനലി ബേണിംഗ് ഓഫ് എ കാൻഡിൽ. ബേണിംഗ് ഓഫ് എ കാൻഡിൽ എന്ന് പറയുന്നതും എന്ത് തന്നെയാണ്? കെമിക്കൽ ചേഞ്ച് ആണ് അല്ലെ. ആ കാൻഡിൽ എന്താണ്? മെഴുക് ഉരുകി അല്ലെ. ബേണിംഗ് റിയാക്ഷൻസ് ഓൾവേസ് കെമിക്കൽ റിയാക്ഷൻ ആണെന്നുള്ള കാര്യം നിങ്ങൾ ഓർത്തുക. സോ അതും എന്താണ്? കെമിക്കൽ റിയാക്ഷൻസ്. അപ്പൊ ഇതിനകത്ത് ഒരെണ്ണം ഒൺലി ഓപ്ഷൻ എഫ് മാത്രമാണ് ഫിസിക്കൽ ചേഞ്ച്, ബാക്കി എല്ലാം തന്നെ കെമിക്കൽ ചേഞ്ച് ആണ്. എന്താണ് എക്സാമിൽ വരുമ്പോഴത്തേനും ഇത് കൺഫ്യൂസിംഗ് ആയിട്ട് ചിലപ്പം ഇത്തരം ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ അവർ ചോദിക്കുമ്പം കുട്ടികൾക്ക് പെട്ടെന്നൊരു ഡൗട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഫിസിക്കൽ ചേഞ്ച് ആണോ കെമിക്കൽ ചേഞ്ച് ആണോ? ഈവൻ ദോ ഇതൊരു സിമ്പിൾ പോർഷൻ ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ വരുന്നതായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുക, നന്നായിട്ട് ഓർത്ത് വെച്ചിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇത് നോക്കി, ഇത് നിങ്ങളുടെ ആ ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ക്ലാസിഫൈ ദ ഫോളോയിങ് ആസ് കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ചസ്. ഓക്കെ, ഇതിനെ കെമിക്കൽ ഓർ ഫിസിക്കൽ ചേഞ്ചസ് എന്നുള്ള രീതിയിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യണം. ഇതും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് പോസ് ചെയ്തിട്ട് ചെയ്യുക. എന്നിട്ട് നമുക്ക് ആൻസേഴ്സ് നോക്കാം. ഓക്കെ, എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ആൻസേഴ്സ് ട്രൈ ചെയ്ത് നോക്കി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾ ആൻസേഴ്സ് നോക്കൂ. ഇതിനെ ക്ലാസിഫൈ ചെയ്യണം, ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഞാൻ പി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന എല്ലാം എന്താണ്? ഫിസിക്കൽ ചേഞ്ച് ആണ്. ആൻഡ് സി എന്ന് ഡിനോട്ട് ചെയ്തിരിക്കുന്ന എല്ലാം കെമിക്കൽ ചേഞ്ച് ആണ്. ഫസ്റ്റ് വൺ ഈസ് കട്ടിംഗ് ഓഫ് ട്രീസ് അല്ലെ. കട്ടിംഗ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് എന്താണ്? അതിന്റെ മാറ്റർ, ആ തടി, വുഡിൽ എന്തെങ്കിലും മാറ്റം വരുന്നുണ്ടോ? ഇല്ല. സോ കട്ടിംഗ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. ആൻഡ് സെക്കൻഡ് വൺ, മെൽറ്റിംഗ് ഓഫ് ബട്ടർ ഇൻ എ പാൻ. പാനിൽ ബട്ടർ നമ്മൾ മെൽറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതൊരു ലിക്വിഡ് ഫോമിലോട്ടാവും. വീണ്ടും അതിനെ ഫ്രീസ് ചെയ്താൽ തിരിച്ച് ബട്ടർ തന്നെയാവും അല്ലെ, റിവേഴ്സിബിൾ ആണ്. സോ മെൽറ്റിംഗ് ഓഫ് ബട്ടർ ഇൻ എ പാൻ ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ദെൻ റസ്റ്റിംഗ് ഓഫ് അൽമാര, പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിലുള്ള അലമാരയൊക്കെ എന്താണ് ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. ദെൻ ബോയിലിംഗ് ഓഫ് വാട്ടർ ടു ഫോം സ്റ്റീം. വെള്ളം
തിളച്ച് നീരാവിയായി മാറുന്നത് എന്താണ്? ഇറ്റ്സ് എ ഫിസിക്കൽ ചേഞ്ച്. യെസ്. Then next one നോക്കൂ, passing of electric current through water and the water break down into hydrogen and oxygen gases. നമുക്കറിയാം വാട്ടർ ഇസ് ഫോംഡ് H2O അല്ലെ, ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ഒരു കമ്പൈൻഡ് സബ്സ്റ്റൻസ് ആണ് വാട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ആ വാട്ടറിനെ ബ്രേക്ക് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനും ആക്കുന്ന ആ പ്രോസസ്സ്, ദാറ്റ് ഈസ് ഓൾസോ എ കെമിക്കൽ ചേഞ്ച്. Then dissolving common salt in water, ഉപ്പ് ജലത്തിൽ ലയിപ്പിക്കുന്നത് ഒരു ഫിസിക്കൽ ചേഞ്ച് ആണ്. We can reverse the change. Okay. Then making a fruit salad with raw fruits, of course it is a physical change. Finally burning of a paper and wood. ഞാൻ ആദ്യമേ പറഞ്ഞു എന്താണെങ്കിലും ഒരു ബേണിംഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു കെമിക്കൽ റിയാക്ഷൻ ആയിരിക്കും. ഓക്കെ, അപ്പം എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് മനസ്സിലായെന്ന് പറയുന്നു. എക്സാമ്പിൾസ് ഇമ്പോർട്ടന്റ് ആണ്. ഇത്തരം ഭാഗങ്ങളിലൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്നത് എക്സാമ്പിൾസ് വെച്ചിട്ടാണ്. അപ്പൊ ആ എക്സാമ്പിൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലിയർ ആയിരിക്കണം, ഒരു ഡൗട്ടും ഇല്ലാതെ മനസ്സിലായിരിക്കണം. So, physical change is a reversible change, right? Change in the physical properties of the substance. No new substance is formed. Whereas in a chemical change, what is happening? Yes, a new product is also formed, and there is a change in the chemical composition of the substance. When the chemical composition മൊത്തം വേരിയേഷൻ സംഭവിക്കുന്നു, അതുപോലെ ഒരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്യുകയും ചെയ്യുന്നു. ഫിസിക്കൽ ചേഞ്ചസ് റിവേഴ്സിബിൾ, വേറാസ് കെമിക്കൽ ചേഞ്ചസ് ഇറവേഴ്സിബിൾ. ഇപ്പൊ തന്നെ പഠിച്ചു പോകാവുന്ന കാര്യമുള്ളൂ. എല്ലാവർക്കും ക്ലാസ് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.